നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വലിയ പോരാട്ടമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ആദ്യഘട്ടങ്ങളിൽ ജനിപ്പിച്ചിരുന്ന ഒരു പോരാട്ടം പിന്നീടത് ശശി തരൂരും BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറും തമ്മിലായി. ഏതാണ്ട് അവസാന ലാപ്പിലെത്തിയപ്പോഴേക്കും പ്രചരണത്തിലടക്കം ബഹുദൂരം മുന്നേറാൻ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ നമ്മളേവരും മനസ്സിലാക്കിയതാണ് ശശി തരൂരിൻ്റെ കോൺഫിഡൻസ് അടക്കം നഷ്ടപ്പെട്ടുവെന്ന്. ശശി തരൂർ മാധ്യമങ്ങളെ അടക്കം ഓൺലൈൻ മാധ്യമങ്ങൾക്കടക്കം പല രീതിയിലുള്ള കേസുകൾ ശശി തരൂരുമായി ബന്ധപ്പെട്ടവർ UDF കൺവീനർ ഒക്കെ നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശി തരൂരിൻ്റെ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നാണ്. തീരദേശ മേഖലയിൽ 7% പോളിംഗ് ശതമാനം, അതിന് 7% കുറവും വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുക കോൺഗ്രസിന് തന്നെയാണ്. അത് ശശി തരൂരിനെ തുണയ്ക്കുന്നത് എപ്പോഴും തീരദേശ വോട്ടുകളാണ്. എന്നാൽ ഇത്തവണ തീരദേശ ജനത അവരുടെ അമർഷം രേഖപ്പെടുത്തിയത് വോട്ട് ചെയ്യാതിരുന്നോ വോട്ട് ചെയ്തോ അത് ആർക്ക് ചെയ്തോ എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഏതായാലും 7% കുറവ് അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭാഷണ ശകലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശി തരൂരിന് ബൂത്തിലിരിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബൂത്തിലിരിക്കാൻ ഓരോരുത്തരെയും വിളിച്ചു പറയുമ്പോൾ തങ്ങൾക്ക് വെറുതെ ബൂത്തിലിരിക്കാൻ കഴിയില്ലെന്നും ഏതെങ്കിലും ആരൊക്കെയാണ് വോട്ടർമാരെന്ന് ഏതെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ അടയാളപ്പെടുത്തി പോലും കിട്ടാത്ത സ്ഥിതിക്ക് കഴിയില്ല എന്ന് പറഞ്ഞൊഴിയുന്ന പ്രവർത്തകരുടെ ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ ഭാരത് ലൈവ് പുറത്തുവിടുന്നത്. ആ ശബ്ദരേഖ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് ഈ അന്നേ ദിവസം ഇലക്ഷൻ്റെ അന്നേ ദിവസേ ഈ ബൂത്ത് കൈകാര്യം ചെയ്തോണ്ടിരുന്നില്ലേ, നമ്മുടെ ബൂത്ത് ഇന്നേജന്റായിട്ട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ബൂത്തിൽ ഇറങ്ങാതെ ഞാൻ എങ്ങനെ ഇരിക്കുന്ന ബൂത്തിൽ വെറുതെ ഇരുന്നാൽ മതിയോ? ഇപ്പൊ തൽക്കാലം വെറുതെ ഇരുന്നാൽ മതി, കാരണം വെരിഫൈ ചെയ്ത ബുക്കുണ്ട്. ആര് വെരിഫൈ ചെയ്തവർക്കല്ലേ അറിയാവോ? അല്ല എനിക്ക് എന്തെങ്കിലും അറിയാം? വെരിഫൈ ചെയ്യാൻ ആരും പോയില്ല, യഥാർത്ഥം പറഞ്ഞ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ആ പാർട്ടിയെ പറ്റിക്കുകയല്ലേ ചെയ്യണത്? എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഏൽപ്പിച്ച ആൾക്കാരെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ആരൊക്കെയാണെന്ന്. നിങ്ങൾ തുറന്ന് പറയണമായിരുന്നു, കമ്മിറ്റി പറഞ്ഞ് അവിടെ ആരെയും സംവിധാനം ചെയ്യണമായിരുന്നു. ഞാൻ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് പാർട്ടിയുടെ സുനിച്ചേട്ടനോട് കൊടുക്കാം. നീ കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് കേട്ട് ഒരാളായിട്ട് വെറുതെ ഇരിക്കാന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ഈ ലിസ്റ്റ് കണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഈ പാർട്ടിയെ പറ്റിക്കുകയാണെന്നാണ് ഇതിനർത്ഥം. കാര്യം നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ട് അതെ അതാണ്. ആരെങ്കിലും വെരിഫൈ ചെയ്ത് തന്നിരുന്നെങ്കിൽ ധൈര്യമായിട്ട് ഒരാളിനെ കയറാം. വെരിഫൈ ചെയ്യുമ്പോൾ അതിലെ എല്ലാ സത്യവും ഒരർത്ഥമല്ല. വോട്ടർമാരെ തിരിച്ചറിയാതെ ഞാൻ വെറുതെ നമ്പർ ടിക്ക് ചെയ്യേണ്ട അർത്ഥം എന്തോ? അതിനകത്ത് വെറുതെ ഇരുന്നാ പോരെ? വെറുതെ അതാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന ആളല്ല ഞാൻ. വെരിഫൈ ചെയ്ത് വോട്ടർമാരെ ക്ലാരിഫിക്കേഷൻ ചെയ്താൽ അവിടെ ഇരുന്ന അർത്ഥം ഉണ്ടല്ല. വെറുതെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം അതിനെക്കാലം മര്യാദ ഇരുന്നാൽ പോരെ? പണി മതിയാക്കിട്ട് വീട്ടിൽ പോയി. കഷ്ടം പറയാമോ? ഞാൻ പറയുന്നത് കഴിവില്ലാത്തവർ ഈ പണി മതിയാക്കി വീട്ടിൽ പോവുക. വെറുതെ കതറൂട്ട മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്ത് സമാധാനം പറയാം? അതാണ് ഞാൻ ഫസ്റ്റ് ഇപ്പം പറഞ്ഞത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സ്ഥാനം കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോവുക. കഴിയുന്ന ഇറങ്ങി എടുക്കും. ഇമ്മ കതറൂട്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ട്? ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആരെ ബോധ്യപ്പെടുത്താൻ? നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. അല്ല ഇനിയിപ്പം എന്തായാലും ഞാൻ പറയാൻ പാടില്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ ആ ബൂത്ത് ആളില്ലെന്ന് നിങ്ങൾ വിചാരിച്ച് കിടക്കട്ടെ, അതിനപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല, നമ്മുടെ സ്ഥാനാർത്ഥി ബൂത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലേ ഞാനവിടെ വോട്ട് കൂടെയൊന്നും ഇല്ല. അങ്ങനെയല്ല, അതല്ല നമ്മുടെ വിളിച്ചിരുത്തേ ഒരു INTCക്കാരെ വിളിച്ചവിടെ ഇരുത്തിയാ പോരെ? ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിക്ക് ഇന്നേജന്റില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് തന്നെ. ആ കഴിവുകൾ ആർക്കൊക്കെ ബാധിക്കും? ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ടേ പറയാം ഒരു INTCക്കാരനെ വിളിച്ചിട്ട് എടുത്താൻ, അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി. ഒരു ഹിന്ദിക്കാരെ വിളിച്ചിരുത്തി. എനിക്കതിൽ വേറെ ഒന്നും പറയാനില്ല. നിങ്ങളിങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറ്റൂല. ഞാൻ വെറുതെ അങ്ങനെ ഒന്നും കാര്യമൊന്നുമില്ല. ശരി ശരി. ഈ ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമായും നമുക്ക് മനസ്സിലാകുന്നത് ശശി തരൂരിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നും ലഭിച്ച വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കില്ല എന്ന് തന്നെയാണ്. ഏതായാലും ശശി തരൂർ വലിയ പ്രതിസന്ധിയിലായിരുന്നു എന്ന് നമ്മളേവരും വാർത്ത ചെയ്തതാണ്. ആ പ്രതിസന്ധിക്ക് കാരണം ശശി തരൂരിനേക്കാൾ മെച്ചമായ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് NDAയുടെ സ്ഥാനാർത്ഥിയായി എത്തി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ അടിപതറിയതെന്ന് വ്യക്തമാകുന്നു. ഏതായാലും
ഒത്തുകളികളൊന്നും ഉണ്ടായില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിജയം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ശശി തരൂരിന്റെ പരാജയത്തിന് കാരണം പ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവമാണെന്ന് പറയാതിരിക്കാനും കഴിയില്ല. 15 വർഷം ഒരു മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിരുന്ന അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഹൈമാസ്റ്റ് ലൈറ്റ് അല്ലാതെ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളെല്ലാം എഴുതി ചേർത്തുകൊണ്ട് അതെല്ലാം തന്റെ പദ്ധതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, വന്ദേ ഭാരത് പദ്ധതി പോലും അദ്ദേഹത്തിന്റെ പേരിലാക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അത് ജനങ്ങൾക്ക് മനസ്സിലായി. എത്തവണത്തെയും തെരഞ്ഞെടുപ്പ് പോലെ ആയിരുന്നില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായും ശശി തരൂരിന് മനസ്സിലാകും. ജനങ്ങളെ സേവിക്കാത്ത ജനസേവകന്മാരെ ജനങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കാണിച്ചു കൊടുക്കുന്ന വികസനമില്ലാത്ത വികസന വിരുദ്ധരായവരെ ഒരിക്കലും കേരളത്തിലെ ജനത വെച്ചുപൊറുപ്പിക്കില്ല എന്നുള്ളതിന്റെ ശക്തമായ സന്ദേശമായിരിക്കും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വിജയം കൈവരിച്ചാൽ എന്ന് ജനങ്ങളേവരും ഒറ്റ സ്വരത്തിൽ തന്നെ പറയുന്നുമുണ്ട്.